Hi friends, welcome to Easy Cookings. പുതിയ റെസിപ്പി കണവത്തോരൻ്റേതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണണം. ആദ്യം നമുക്ക് കണവ വേവിച്ചെടുക്കാം. ക്ലീൻ ചെയ്ത കണവ അടുപ്പിലോട്ട് വെച്ചതിന് ശേഷം ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് വേവിച്ചെടുക്കാം. കണവ വേവുമ്പോഴേക്കും നമുക്കൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് അത് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിക്കാം. കടുക് പൊട്ടി വരുന്നതിന് ശേഷം ഇതിലോട്ട് ചേർക്കേണ്ടത് സവാളയാണ്. ഞാനിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിട്ടുള്ളത്. അത് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞാണ് തോരനിലേക്ക് ചേർക്കേണ്ടത്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് വഴറ്റിയെടുക്കാം. സവാള വേവുന്ന സമയം കൊണ്ട് നമുക്കിതിലോട്ട് ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് അരമുറി തേങ്ങയാണ്. തേങ്ങ മിക്സിയുടെ ജാറിലോട്ട് ചേർത്ത ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 സ്പൂൺ മുളക് പൊടി, കുരുമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം കൂടി ചേർത്ത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാള വഴറ്റി വന്നിട്ടുണ്ട്. ഇതിലോട്ട് ഞാൻ 2 പച്ചമുളക് ചേർത്തു. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കിതിലോട്ട് വേവിച്ച് വെച്ചിട്ടുള്ള കണവ ചേർക്കാം. കണവ ചേർത്ത് നന്നായി വഴറ്റാം. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്ക് കണവ വേവിച്ച വെള്ളം ഇതിലോട്ട് ചേർക്കാം. അല്പം വെള്ളം മാത്രം ചേർത്താൽ മതിയാകും. വെള്ളം കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം വറ്റി വരുമ്പോഴേക്കും നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർക്കാം. അരപ്പൊക്കെ ചേർത്ത ശേഷം നന്നായി മിക്സ് ചെയ്യണം. ഇതൊന്ന് മിക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപ്പൊന്ന് ചെക്ക് ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഇതിലോട്ട് ഉപ്പ് കൂടെ ചേർക്കാവുന്നതാണ്. ഇനി നമുക്കിത് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. നമ്മുടെ കണവത്തോരൻ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ചോറിന് വേറെ കറിയുടെ ഒന്നും ആവശ്യമില്ല, ഇത് മാത്രം മതിയാകും. സോ സീ യു നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ, ടേക്ക് കെയർ.